ഉത്സവകാലങ്ങളിൽ ചൊരിമണലിലും നൂറുമേനി വിളയിക്കുന്നവരാണ് ചേർത്തലയിലെ കർഷകർ. എന്നാൽ ഇത്തവണത്തെ വിഷുവിന് വഞ്ചിക്കപ്പെട്ട കർഷകരുടെ കഥയാണ് ചേർത്തലയ്ക്ക് പറയാനുള്ളത്. കണിയൊരുക്കാനായി കാർഷിക വിഭവങ്ങൾ തയ്യാറാക്കാൻ കണിവെള്ളരിക്ക് വിത്തുപാകിയ കർഷകന് വിളവെടുപ്പിൽ ലഭിച്ചതാകട്ടെ കാട്ടുവെള്ളരികൾ. തമിഴ്നാട്ടിലെ സുമാഷി കമ്പനിയുടെ വെള്ളരി വിത്തിന്റെ പാക്കറ്റുകൾ ഭൂമിപ്രിയ അഗ്രി സൊല്യൂഷൻ എന്ന കഞ്ഞിക്കുഴിയിലെ സ്ഥാപനത്തിൽ നിന്നാണ് കർഷകൻ വാങ്ങിയത്. കണിക്കുപയോഗിക്കാൻ ഡിമാൻഡില്ലാത്ത കാട്ടുവെള്ളരി വേണ്ട നിലപാട് കടയുടമകൾ എടുത്തോടെ പാടശേഖരങ്ങളിൽ ടൺ കണക്കിന് വെള്ളരി കെട്ടിക്കിടക്കുകയാണ്. ഇത്തവണത്തെ കണിവെക്കാനുള്ള വെള്ളരി വിത്ത് കമ്പനിക്കാർ നമ്മളെ ചതിച്ചിരിക്കുകയാണ്. 10,000 ചോട് വെച്ചതാണ്. നമുക്ക് കിട്ടേണ്ടത് ഈ സൈസ് വെള്ളരിയാണ്. ഇത്തവണ കിട്ടിയ വെള്ളരി ഇതാണ്. ഇത് ചെറിയ കാട്ടുവെള്ളരി അല്ലെ, ചെറിയ വെള്ളരി. ഈ വെള്ളരിയെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കർഷകരെ സംബന്ധിച്ച് ഇത് വലിയൊരു പ്രതിസന്ധിയായിപ്പോയി. ഞങ്ങളുടെ സാധനം അതിനും മാത്രം കണിമത്തനും കണി വെള്ളരിയും ഞങ്ങൾ കൃഷി ചെയ്തതാണ്. പക്ഷെ വെള്ളരി ഇങ്ങനെ പോയ കാരണം കണിമത്തൻ്റെ വരെ മാർക്കറ്റ് നടക്കാതെ ഇതായിരുന്നു കിട്ടേണ്ടത്. ആ സൈസാണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷെ കിട്ടിയത് മൊത്തം ഇതാ. രണ്ട് പഞ്ചായത്തിലായിട്ട് കൃഷി ചെയ്ത വെള്ളരി മൊത്തം ഇങ്ങനെയായി. ഇതിന്ന് കുറച്ച് ഭാഗത്തു നിന്ന് വിളവെടുത്ത് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മടുത്തു പോയി. അത് കാരണം ബാക്കി പാടത്ത് കിടക്കും. ഇത് ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നാട്ടുകാർക്ക് ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കാൻ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് ഇത്രയും നല്ല ഇത് കിട്ടിയിരുന്നെങ്കിൽ നല്ല വിലയുണ്ടായിരുന്നു ഇത്തവണ. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് മാർക്കറ്റ് നടക്കണമെങ്കിൽ ഈ സൈസില ഈ കളറിലുള്ള വെള്ളരി ആകണം. ഈ കളറിലുള്ള വെള്ളരി മാർക്കറ്റിംഗ് നടക്കുകയില്ല. നമ്മൾ കൂടുതലും ഇവിടെ ഹോൾസെയിൽ കച്ചവടമാണ് നടത്തുന്നത്. 1000, 2000, 3000 കിലോ വീതം. പക്ഷേ നമ്മളൊരു 25 ടണ്ണ് കിട്ടുന്ന പ്രതീക്ഷയിലാണ് ഇത്തവണ വിഷുവിന് പ്ലാൻ ചെയ്ത് ചെടി നട്ടത്. പക്ഷേ ഈ ഇനമായിപ്പോയി കൂടുതലും. കർഷകർ നിസ്സഹായകരാണ്. കാര്യം ഈ വിത്ത് കമ്പനീനെ ആശ്രയിക്കുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പമാണ്. നാടൻ വിത്തല്ല, ഇത് ഹൈബ്രിഡ് വിത്താണ്. വിത്ത് ഷോർട്ടായിരുന്നപ്പോൾ അവസാനം അവരിലുള്ള മോശം വിത്ത് കയറ്റിവിട്ടതാകാം. പിന്നെ ഒരു സംശയമുണ്ട്, നമുക്കിട്ട് പണി തന്നതാണെന്ന് ഒരു സംശയമുണ്ട്. ഇപ്രാവശ്യത്തെ വിഷുവിന് നമുക്ക് കിട്ടിയ വിത്തിൻ്റെ പ്രത്യേകതയാണ് ഈ കാണുന്നത്. അതായത് സാധാരണ ഉണ്ടാകുന്ന വെള്ളരിക്കാലും ഒരു 100 ഗ്രാമൊക്കെ വരുന്നുള്ളൂ. 100-150 ഗ്രാമിൽ കൂടുതൽ വെള്ളരി വരുന്നില്ല. നമ്മുടെ സാധാരണ വെള്ളരി എന്ന് പറഞ്ഞാൽ കണി വയ്ക്കുന്ന വെള്ളരി 1 കിലോ ആവറേജിൽ വരുന്നൊരു വെള്ളരിയാണ്. നമുക്കൊക്കെ 1 കിലോ വരുന്നത്. അങ്ങനെയുള്ള വിത്തുകളൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ശക്തമായി പഞ്ചായത്തിൻ്റെ അല്ലെ കൃഷിഭവൻ്റെ ഒക്കെ ഇടപെടൽ ഇതിനകത്ത് ശക്തമായിട്ടുണ്ടാവണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവർക്ക് അല്ലെങ്കിൽ ഈ നഷ്ടം ഇയാളുടെയൊക്കെ ഒന്ന് ഈടാക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകും. ഇതൊരു ചതിയല്ലേ. 3-4 മാസത്തെ അധ്വാനമാണ്. അധ്വാനത്തിന് അവസാനം ഉണ്ടാകുന്നത് ഈ സാധനമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അധ്വാനവും പോയി, നമ്മുടെ പ്രതീക്ഷകളും പോയി. ഈ 2 വെള്ളരിയും കാണുമ്പോൾ തന്നെ അറിയാം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. കർഷകർക്ക് വലിയ നഷ്ടമാണ് ഇത്തവണ ഈ വിത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. ചതി നേരിട്ട കർഷകർ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. ചേർത്തലയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.